നോക്കാം. ഈ ഒരു എക്സസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ് പറയണത്? പ്രൂവ് ദാറ്റ് ദ ഫോളോവിങ് ആർ ഇറാഷണൽ. ഈ താഴെ കൊടുത്തിരിക്കുന്ന ഇതെല്ലാം ഇറാഷണൽ ആണോ എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 1/√2. സെക്കൻഡ് ക്വസ്റ്റ്യൻ 7√5. തേർഡ് ക്വസ്റ്റ്യൻ 6+√2. ഇതിൽ നമുക്ക് സെക്കൻഡും തേർഡും ആദ്യം ചെയ്യാം, അത് ഈസിയാണ്. പിന്നെ 1/√2 വന്നിട്ട് കുറച്ച് ലെങ്തിയാണ്, അത് ലാസ്റ്റ് ചെയ്യാം. ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? 7√5 ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഈ സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എന്താണ്, ഇതെല്ലാം ഇറാഷണൽ ആണ് എന്ന് ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇറാഷണലിന്റെ ഓപ്പോസിറ്റ് ആവുന്ന റാഷണൽ ആണെന്ന് അസ്യൂം ചെയ്യാം. ഇതൊക്കെ ഈ 7√5 എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പർ ആണെന്ന് അസ്യൂം ചെയ്യാം. എന്നിട്ട് റാഷണലിന്റെ റൂൾസുകൾ അപ്ലൈ ചെയ്ത് നോക്കാം. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും കോൺട്രാഡിക്ട്സ് ഉണ്ടാവുകയാണെങ്കിൽ, പൊരുത്തക്കേട് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? 7√5 വന്നിട്ട് റാഷണൽ അല്ല. റാഷണൽ അല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും? അതൊരു ഇറാഷണൽ ആയിരിക്കും. കാരണം ഒരു നമ്പർ ഒന്നുകിൽ റാഷണൽ ആയിരിക്കും അല്ലെങ്കിൽ അതൊരു ഇറാഷണൽ ആയിരിക്കും. അപ്പൊ നമ്മൾ റാഷണൽ ആണോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇറ്റ്സ് ആൻ ഇറാഷണൽ നമ്പർ. അപ്പൊ നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യാൻ പോവാണ്. ലെറ്റസ് അസ്യൂം ദാറ്റ് 7√5 ഈസ് റാഷണൽ നമ്പർ. ഈ 7√5 എന്ന് പറയുന്നത് എന്താണ്? ഒരു റാഷണൽ നമ്പർ ആണെന്ന് ഞാൻ അസ്യൂം ചെയ്തു. ദാറ്റ് ഈസ് a/b. അതിന് ഞാൻ റാഷണൽ നമ്പർ എന്തെന്ന് കൊടുത്തു? a/b. പക്ഷെ ഈ b എന്താകാൻ പാടില്ല? 0 ആവാൻ പാടില്ല. b ≠ 0. വേർ a ആൻഡ് b ആർ കോ പ്രൈം നമ്പർ. നമ്മൾ എടുക്കുന്ന ഈ എയും ബിയും പ്രൈം നമ്പർ ആയിരിക്കണം. അപ്പൊ അങ്ങനെ രണ്ട് പ്രൈം ആകുമ്പോഴത്തേക്ക് എന്താണ്? അതിനെ കോപ്രൈം നമ്പേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ഉള്ള കോപ്രൈം നമ്പേഴ്സ് ആയിരിക്കണം എയും ബിയും. ഇത് ഇത്രയും ഞാൻ പറഞ്ഞു. ഞാൻ ഇനി ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. 7√5 എന്ത് കൊടുക്കണമെന്നാണ് അസ്യൂം ചെയ്യാൻ പോവാണ്? a/b എന്നുള്ള റാഷണൽ നമ്പർ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ 7 ഇങ്ങോട്ട് വരും അല്ലെ? ഇതിന്റെ മീനിങ് എന്താണ്? 7 × √5 ആണ് 7√5 അല്ലേ? ഇവിടെ ഒരു ഇൻറ്റു ഫോമിലാണ് ഇവർ തമ്മിലുള്ളത്. അപ്പൊ ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ അത് ഈക്വലിന്റെ ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? ഡിവിഷനായി മാറും. അപ്പൊ ഇനി ഇവിടെ ആരേ ഉള്ളൂ? √5 മാത്രമേ ഉള്ളൂ. ഞാൻ ഈ 7 ഇങ്ങോട്ട് വരുമ്പോൾ അത് ഡിവിഷൻ ആവും. ബിക്കോസ് എന്താണ്? 7 × √5 എന്നാണ് ഇരിക്കുന്നത്. അത് ഇൻറ്റു ആയതുകൊണ്ട് അത് ഡിവിഷൻ ആവും. അപ്പൊ a ഡിവൈഡഡ് ബൈ ഡിവിഷൻ ആയതുകൊണ്ട് താഴെ വരും 7. പിന്നെ എന്താണ്? ഓൾറെഡി ഇവിടെ ഒരു b ഉണ്ട്, അത്. ഇപ്പൊ 7 വന്നിട്ട് a ഡിവൈഡഡ് ബൈ 7 എന്നേ വരുള്ളൂ. കാരണം ഇവിടെ ഇൻറ്റു ആണ്, അത് ഇപ്പുറത്ത് വരുമ്പോൾ ഡിവിഷനായി മാറും. അപ്പൊ a ഡിവൈഡഡ് ബൈ 7 × b നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ √5 വാല്യൂ കിട്ടി. അപ്പൊ എയും ബിയും എന്താണ്? നമ്മൾ കോപ്രൈം നമ്പേഴ്സ് ആണ് അല്ലെ? കോപ്രൈം നമ്പേഴ്സിന്റെ കൂടെ ഒരു 7 എന്ന് പറയുന്ന ഒരു ഇന്റീജറും കൂടെ മൾട്ടിപ്പിൾ വന്നിരിക്കുകയാണ്. അപ്പൊ ഇതും ഇന്റീജർ ആണ്, ഇവർ രണ്ടുപേരും ഓൾറെഡി ഇന്റീജർ ആണ്. അപ്പൊ ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ത് തന്നെയായിരിക്കും? അതൊരു ഇന്റീജർ ആയിരിക്കും, അതൊരു റാഷണൽ നമ്പർ ആയിരിക്കും. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് റാഷണൽ ആണ്. പക്ഷെ √5 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇറാഷണൽ നമ്പർ ആണ് √5. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഒരു റാഷണൽ ആണ്. അപ്പൊ ഇറാഷണൽ റാഷണലും തമ്മിൽ ഈക്വൽ ആവോ? ഇല്ല, ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ അല്ലെ? ഇറാഷണലും റാഷണലും തമ്മിൽ ഒരിക്കലും ഈക്വൽ ആകത്തില്ല. അപ്പൊ ഇവിടെ തന്നെ അത് കോൺട്രാഡിക്റ്റ് ആയി കഴിഞ്ഞു. അപ്പൊ ഇവർ തമ്മിൽ പൊരുത്തക്കേടുകൾ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം? √5 വന്നിട്ട് ഒരു ഇറാഷണൽ ആണ്. അപ്പൊ ആ ഇറാഷണൽ നമ്പറിന്റെ കൂടെ ഒരു നമ്പർ ഇൻറ്റു ചെയ്താൽ 7 × ഒരു ഇറാഷണൽ നമ്പർ, 7 ഈസ് എ റാഷണൽ നമ്പർ, അതൊരു ഇറാഷണൽ നമ്പറുമായിട്ട് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എന്ത് തന്നെയായിരിക്കും? ഒരു ഇറാഷണൽ നമ്പർ ആയിരിക്കും അല്ലെ? √5 എന്ന് പറയുന്ന ഇറാഷണൽ നമ്പറിന്റെ കൂടെ ഒരു 7 ഇൻറ്റു ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കിട്ടുന്ന ഉത്തരം ആൻസറും എന്ത് തന്നെയാണ്? അതും ഒരു ഇറാഷണൽ നമ്പർ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം? ഈ 7√5 ഈസ് എൻ ഇറാഷണൽ നമ്പർ. അപ്പൊ അതെങ്ങനെ എഴുതാം? സിൻസ് a ആൻഡ് b ആർ ഇന്റീജേഴ്സ് ആണല്ലോ, എയും ബിയും നമ്മൾ ഇന്റീജർ ആയിട്ടാണ് എടുത്ത കോപ്രൈം നമ്പേഴ്സ് ആണ്. വി ഗെറ്റ്, നമുക്ക് കിട്ടിയത് എന്താണ്? a/7√b, a ഡിവൈഡഡ് ബൈ 7b അല്ലെ? നമുക്ക് കിട്ടിയ എന്താണ്? a ഡിവൈഡഡ് ബൈ 7b ഈസ് റാഷണൽ. ആ ആൻസർ എന്തിനാണ്? ഒരു റാഷണൽ ആണ്. ഇത് ചെയ്താൽ കിട്ടുന്ന ഉത്തരം ഒരു റാഷണൽ ആയിരിക്കും. അതുകൊണ്ട് ബട്ട് ദിസ് കോൺട്രാഡിക്ട്സ് ദ ഫാക്ട് ദാറ്റ് √5 ഈസ് ഇറാഷണൽ. ഇത് വന്നിട്ട് എന്തിനെ കോൺട്രാഡിക്ട് ചെയ്യുന്നു? √5 ഒരു ഇറാഷണലിനെ കോൺട്രാഡിക്ട് ചെയ്യുന്നു. എന്തൊരു കോൺട്രാഡിക്ട് ചെയ്യുന്നു? ഇവിടെ ഒരു ഈക്വൽ ആണ് കിടക്കണം. അപ്പൊ ഇതും ഈക്വൽ ആണെങ്കിൽ ഇതും റാഷണൽ ആയിരിക്കണം. പക്ഷെ ഇത് റാഷണൽ അല്ലല്ലോ, ഇതൊരു ഇറാഷണൽ അല്ല. അപ്പൊ അതിനെ കോൺട്രാഡിക്ട് ചെയ്യുകയാണ് ഈ ഇറാഷണൽ നമ്പർ. സോ അവർ ഇൻകറക്റ്റ് അസംഷൻ. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്തത് ഇൻകറക്റ്റ് ആണ്. നമ്മൾ ഇവിടെ അസ്യൂം ചെയ്തത് എന്താണ്? 7√5 എന്ന് പറയുന്നത് റാഷണൽ എന്നാണ് അസ്യൂം ചെയ്തത്. സോ ദാറ്റ് അസംഷൻ ഈസ് ഇൻകറക്റ്റ് എന്നാണ് എഴുതേണ്ടത്.
സോ അവർ ഇൻകറക്റ്റ് അസംഷൻ ദാറ്റ് 7√5 ഈസ് റാഷണൽ എന്ന് പറഞ്ഞത് ഒരു ഇൻകറക്റ്റ് അസംഷൻ ആണ്. സോ വി കൺക്ലൂഡ് ദാറ്റ് 7√5 ഈസ് ഇറാഷണൽ. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് കൺക്ലൂഷൻ ചെയ്യാം? 7√5 വന്നിട്ടൊരു ഇറാഷണൽ ആണ് കൺക്ലൂഡ്. അപ്പൊ ഇത് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പ്രൂവ് ചെയ്യേണ്ടത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് 6+√2 എഴുതാം അല്ലെ. 6+√2 ഒരു ഇറാഷണൽ ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്തെന്ന് അസ്യൂം ചെയ്യാം? ലെറ്റ് us assume that 6+√2 ഈസ് റാഷണൽ നമ്പർ. ആദ്യം അതൊരു റാഷണൽ നമ്പർ ആണ് ഞാൻ അസ്യൂം ചെയ്തു. ദാറ്റ് ഈസ് a/b എന്നാണ് ഞാൻ എടുക്കുന്ന റാഷണൽ നമ്പർ. a/b ആണ്. അതിൽ b 0 ആവാൻ പാടില്ല എന്ന് പറയുന്നു. വേറെ ബി ആർ കോപ്രൈം നമ്പർ ആണെന്ന് എഴുതി. കാരണം എയും ബിയും രണ്ട് പ്രൈം നമ്പർ ആയിരിക്കണം. അത് എഴുതി കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? ആ വാല്യൂ a/b ഇതിന് കൊടുക്കാം. ഏതിന്? ഈ 6+√2ന് a/b എന്ന് കൊടുക്കാം. ഓക്കെ. ഇനി ഞാൻ ഈ a/bയെ ഈക്വൽ ടുന്റെ ഇപ്പുറത്ത് കൊണ്ടുവരികയാണ്. അപ്പൊ ഇതെന്ത് രീതിയിലാണ്? ഇത് പോസിറ്റീവ് നമ്പർ ആണ് അല്ലെ. ഇവിടെ പ്ലസ് ആണ്. ഇവിടെ പ്ലസ് എന്ന് വെച്ചാൽ പ്ലസ് ഇട്ടില്ലെങ്കിൽ അതെന്താണ്? പ്ലസ് ആണ്. ഇപ്പൊ 5 എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പർ ആണ്. നെഗറ്റീവ് ആവണമെങ്കിൽ അവിടെ ഒരു നെഗറ്റീവ് വരണം, ഇല്ലെങ്കിൽ അതൊരു പോസിറ്റീവ് നമ്പർ ആണ്. അതുപോലെ a/b ഈസ് എ പോസിറ്റീവ് നമ്പർ. ദിസ് പോസിറ്റീവ് നമ്പർ ഇവിടെ വരുമ്പോൾ ഈക്വൽ ടുന്റെ ഇപ്പുറത്ത് വരുമ്പോൾ നെഗറ്റീവ് ആവും. അപ്പൊ ഇവിടെ ആരുണ്ട്? 6 ഉണ്ട്. ഇത് ഇവിടെ വരുമ്പോൾ നെഗറ്റീവ് a/b എന്ന് കിട്ടും. പിന്നെന്താണ്? ഈക്വൽ ടു. ഈ √2 എന്താണ്? പോസിറ്റീവ് ആണ് അല്ലെ. +√2 ആണ്. ഈ +√2 ഈക്വൽ ടുന്റെ ഇപ്പുറത്ത് എത്തുമ്പോൾ എന്താകും? -√2 ആവും. -√2. പ്ലസ് ഈക്വൽ ടുന്റെ അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ആവും. മൈനസ് ആണ് ഈക്വൽ ടുന്റെ അപ്പുറത്ത് പോകണമെങ്കിൽ പ്ലസ് ആവും. അപ്പൊ ഈ പ്ലസ് വന്നിട്ട് ഇവിടെ വന്നുകൊണ്ട് മൈനസ് ആയി. ഈ പ്ലസും ഇപ്പുറത്ത് പോയോണ്ട് മൈനസ് ആയി. അപ്പൊ 6 - a/b = -√2 എന്ന് കിട്ടി. ഇനി ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഈ ബി കൊണ്ട് 6നെ ഇൻറ്റു ചെയ്യണം, അല്ലാതെ നമുക്ക് ഡിവൈഡഡ് ബൈ എഴുതാൻ പറ്റില്ല. അപ്പൊ ബി, അതായത് ഈ ഡിനോമിനേറ്റർ കൊണ്ട് ഇതിനെ നമ്മൾ ഇൻറ്റു ചെയ്യണം. അപ്പൊ 6b എന്ന് കിട്ടും. 6 × b 6b, പിന്നെ മൈനസ് ഈ എ ദ ഹോൾ ഡിവൈഡഡ് ബൈ ബി = -√2. ഇതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. ഈ ബി കൊണ്ട് 6നെ ഇൻറ്റു ചെയ്യണം, എങ്കിലേ നമുക്ക് മൊത്തത്തിൽ ഡിവൈഡ് ചെയ്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് b × 6b, പിന്നെ മൈനസ്, പിന്നെ എ ദ ഹോൾ ഡിവൈഡഡ് ബൈ ബി = -√2. ഇതിനെ ഇന്റർചേഞ്ച് ചെയ്യാണ്. ഈക്വൽ ഇത് ഇപ്പുറത്തും എഴുതി, ഇതിനപ്പുറത്തുമായിട്ട് എഴുതുകയാണ്. അപ്പൊ ഇതെന്താണ്? -√2 = 6b - a ഡിവൈഡഡ് ബൈ ബി. ഓക്കെ. അപ്പൊ -√2 = 6b ഡിവൈഡഡ് ബൈ. നമുക്ക് √2 ആണ് അറിയേണ്ടത്. അതുകൊണ്ട് നമുക്ക് എന്ത് വേണ്ട? ഈ മൈനസ് വേണ്ട. ഈ മൈനസ് അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? √2 = മൈനസ് ഇവിടെ വരും അല്ലെ. മൈനസ് ഇൻറ്റു 6b - a ഡിവൈഡഡ് ബൈ ബി എന്ന് കിട്ടും. അപ്പൊ √2 = എന്താണ്? നമുക്ക് ഈ വാല്യൂവിനെ കാൽക്കുലേറ്റ് ചെയ്ത, അതായത് ആറിനെ ബി കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് അതിൽ നിന്ന് എ കുറച്ചിട്ട് കിട്ടുന്ന ആൻസറിനെ ബി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പർ ആണ്. അതൊരു ഇൻറ്റീജർ ആണ്. ബിക്കോസ് എയും ബിയും ഇൻറ്റീജർ ആണ് നമ്മളിവിടെ പറയണുണ്ട്. കോപ്രൈം നമ്പേഴ്സ് ആണ് അത്. സോ ദാറ്റ് ഈസ് ഇൻറ്റീജേഴ്സ്. 6 ഈസ് ഓൾസോ ഇൻറ്റീജർ. അപ്പൊ ഈ ഇൻറ്റീജേഴ്സ് എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് പ്ലസ് ചെയ്താലും മൈനസ് ചെയ്താലും ഇൻറ്റു ചെയ്താലും ഡിവൈഡ് ചെയ്താലും അതിന്റെ ആൻസറും എന്തായിരിക്കും? ഒരു ഇൻറ്റീജർ നമ്പർ ആയിരിക്കും. സോ ദിസ് ആൻസർ വിൽ ബി റാഷണൽ ഓർ ഇൻറ്റീജർ നമ്പർ. ഇത് വന്നിട്ടോ ഒരു ഇറാഷണൽ നമ്പർ ആണ് അല്ലെ. √2 വന്നിട്ട് ഒരു ഇറാഷണൽ നമ്പറും ഇതിൽ നിന്ന് കിട്ടുന്ന ആൻസർ ഒരു റാഷണൽ നമ്പർ ആണ്. അവർ തമ്മിൽ ഈക്വൽ ആവോ? ഇല്ല, ഒരിക്കലും ഈക്വൽ ആവില്ല. അപ്പം കോൺട്രാഡിക്ഷൻ ഉണ്ടായി. നമ്മൾ അസ്യൂം ചെയ്ത റാഷണൽ എന്ന് അസ്യൂം ചെയ്തതിന് ഇവിടെ കോൺട്രാഡിക്ഷൻ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് √2 വന്നിട്ട് ഇറാഷണൽ ആണെന്ന് പറയാൻ പറ്റും. കാരണം എന്താണ്? ഇതിന്റെ ആൻസർ റാഷണൽ ആണ്, ഇത് വന്നിട്ട് ഒരു ഇറാഷണൽ ആണ്. ഇത് രണ്ടും ഈക്വൽ ആവില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ പ്രൂഫ് ചെയ്താം. സിൻസ് എ ആൻഡ് ബി ആർ ഇൻറ്റീജേഴ്സ്, നമ്മൾ നേരത്തെ എഴുതിയായിരുന്നു രണ്ടൊരു കോപ്രൈം നമ്പർ ആണ്. അതുകൊണ്ട് നമുക്ക് വി ഗെറ്റ് ഇത് -6b - a ഡിവൈഡഡ് ബൈ ബി എന്നാണ് നമുക്ക് കിട്ടിയത്. അതെന്താണ്? ഈസ് എ റാഷണൽ അല്ലെ. ഈ കിട്ടുന്ന ആൻസർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പർ ആയിരിക്കും. ബട്ട് ദിസ് കോൺട്രാഡിക്ട്സ് ദ ഫാക്ട് ദാറ്റ് √2 ഈസ് ഇറാഷണൽ. അതെ, ഈ √2 എന്ന് പറയുന്ന ഇറാഷണൽ നമ്പറിനെ കോൺട്രാഡിക്റ്റ് ചെയ്യാണ് ഈ റാഷണൽ എന്ന് പറഞ്ഞ ഈ ആൻസർ. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം? സോ അവർ ഇൻകറക്റ്റ് അസംഷൻ ദാറ്റ്, നമ്മൾ അസംഷൻ ചെയ്തില്ലേ ഇവിടെ അസ്യൂം ചെയ്തിട്ടുണ്ട് 6+√2 ഈസ് റാഷണൽ ആണ്. അത് വന്നിട്ട് എന്തായി മാറി? ഒരു ഇൻകറക്റ്റ് അസംഷനായി മാറി. അതായത് 6+√2
2 ഈസ് റാഷണൽ എന്ന് നമ്മൾ ഇവിടെ അസ്യൂം ചെയ്തത് ഇൻകറക്റ്റ് ആണ്. സോ വി കൺക്ലൂഡ് ദാറ്റ് എന്താണ് 6+√2 ഈസ് ഇറാഷണൽ. അതായത് √2 എന്ന് പറയുന്നത് 1.414 അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, നോൺ ടെർമിനേറ്റ് ആയി പോകും. ആ വാല്യൂയുടെ കൂടെ 6 കൂട്ടുക എന്നാണ്. അപ്പൊ 6 കൂട്ടുമ്പം 6+1 7.414 അങ്ങനെ പോകും. അപ്പൊ ഇത് ഒരു ഇറാഷണൽ ആണല്ലോ. അപ്പൊ ഈ ഒരു ഇറാഷണലിന്റെ കൂടെ ഒരു റാഷണൽ നമ്പർ കൂട്ടിയാലും ആൻസർ എന്തായി മാറും? അതൊരു ഇറാഷണൽ ആയി മാറും. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം, ഈ 6+√2 എന്ന് പറയുന്നത് തന്നെ ഒരു ഇറാഷണൽ നമ്പർ ആണെന്ന് നമുക്കത് കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അടുത്ത് നമുക്ക് 1/√2, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആവുന്ന 1/√2 ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്താണ്? 1/√2. 1/√2ന് നമുക്ക് എന്തെന്ന് അസ്യൂം ചെയ്യാം? റാഷണൽ നമ്പർ ആണെന്ന് അസ്യൂം ചെയ്യാം. എന്നിട്ട് റാഷണൽ ആണോ ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ അതൊരു ഇറാഷണൽ ആണെന്ന് കൺക്ലൂഡ് ചെയ്യാം. അപ്പൊ ലെറ്റ് us assume that 1/√2 ഈസ് റാഷണൽ നമ്പർ. നമ്മൾ എന്തെന്ന് അസ്യൂം ചെയ്തു? 1/√2 ഒരു റാഷണൽ നമ്പർ ആണെന്ന് അസ്യൂം ചെയ്തു. ആ റാഷണൽ നമ്പർ എങ്ങനെ കൊടുത്തു? ദാറ്റ് ഈസ് a/b. a/b എന്ന് കൊടുത്തു. ഈ b എന്താകാൻ പാടില്ല? 0 ആകാൻ പാടില്ല. b നോട്ട് ഈക്വൽ ടു 0. അതുപോലെ തന്നെ എയും ബിയും എന്താണ്? വേർ എ ആൻഡ് ബി ആർ കോ പ്രൈം നമ്പർ. രണ്ടും ഒരു കോ പ്രൈം നമ്പേഴ്സ് ആണെന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് എന്താണ്? നമുക്ക് അത് കൊടുക്കാം. 1/√2 is equal to a/b. ഈ 1/√2 എന്തെന്ന് എഴുതു? a/b. അപ്പൊ നമ്മൾ ഇവിടെ എന്താണ്? രണ്ടിടത്ത് ഫ്രാക്ഷൻ ആണ് അല്ലെ? ഈ ഫ്രാക്ഷൻ ഫോർ എക്സാമ്പിൾ c/d is equal to m/n എന്നാണെങ്കിൽ നമുക്ക് ഇത് ഇവിടുത്തെ റെസിപ്രോക്കൽ എടുക്കുകയാണെങ്കിൽ ഇവിടത്തേതും റെസിപ്രോക്കൽ എടുക്കുക. അതായത് ഈ ഡിനോമിനേറ്ററിനെ ന്യൂമറേറ്റർ ആക്കുക, ഈ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്റർ ആക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതും അതുപോലെ തിരിയും. അതായത് ഇതെങ്ങനെ മാറും? ഈ ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആയപ്പോൾ മുകളിൽ വന്നു, ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആകുമ്പോൾ താഴെ വരും. അപ്പൊ c/d എന്നുള്ളത് d/c എന്ന് നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇവിടെയും അത് മാറണം, n/m എന്ന് മാറണം. ഓക്കെ, അപ്പൊ ഇതേ രീതിയിൽ നമുക്ക് ഇതിന് റെസിപ്രോക്കൽ എടുക്കാൻ സാധിക്കുമല്ലോ, തിരിച്ചിടാൻ പറ്റുമല്ലോ. ഇതിനെ നമുക്ക് തിരിച്ചിടാം. എങ്ങനെ തിരിച്ചിടാം? വിച്ച് ഇംപ്ലൈസ് 1/√2 എന്നുള്ളത് തിരിച്ചിട്ട് എങ്ങനെ വരും? ഈ ഡിനോമിനേറ്റർ മുകളിൽ വരും അല്ലെ? √2 എന്നുള്ള ഡിനോമിനേറ്റർ മുകളിൽ വരും, മുകളിലുള്ള ന്യൂമറേറ്റർ 1 താഴെയും വരും. അപ്പൊ 1/√2 എന്തായി മാറി? √2/1 ആയി മാറി, ഈക്വൽ ടു a/b. അപ്പൊ എന്തായി മാറണം? b/a എന്നായി മാറണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവർ തമ്മിൽ ഈക്വൽ ആണ്. ഈക്വൽ ആകുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ചേഞ്ചസ് ഇവിടെയും വരും. അപ്പൊ √2/1 എന്നുള്ളത് b/a ആയിട്ട് മാറി. ഇനി √2നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്ത് തന്നെയാണ് ആൻസർ? √2 തന്നെയാണ് ആൻസർ അല്ലെ? √2/1 എന്ന് വെച്ചാൽ ആൻസർ എത്ര? √2 is equal to b/a നമുക്ക് എഴുതാം. ഓക്കെ, അപ്പൊ ഈ b/aയില് ഈ a ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. ഈ a ഇവിടെ വരുമ്പോൾ എന്താവും? ഇൻറ്റു ആയി മാറും അല്ലെ? ഇവിടെ ഡിവിഷനിലെ b ഡിവൈഡഡ് ബൈ a എന്നല്ലേ? അപ്പൊ ഡിവൈഡഡ് ബൈ a ഇപ്പുറത്ത് വരുമ്പോൾ മൾട്ടിപ്ലൈഡ് ബൈ a എന്നാവും. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് a ആയിട്ട് മാറും. a ഇവിടെ വരുമ്പോൾ മൾട്ടിപ്പിൾ ആവും. a ഇൻറ്റു √2 അല്ലെ? a ഇവിടെ വരുമ്പോൾ ഇൻറ്റു ആവും. അപ്പൊ a ഇൻറ്റു √2 a√2 is equal to b എന്ന് കിട്ടും. എനിക്കിനി എന്ത് ചെയ്യണം? ഈ √2ന്റെ റൂട്ട് കളയണം. റൂട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യണം അല്ലെ? ഇതിനെ സ്ക്വയർ ചെയ്താൽ ഇതിനെ സ്ക്വയർ ചെയ്യണം. ബിക്കോസ് ഇതും ഈക്വൽ ആണ്. ഈക്വൽ ആയതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ചേഞ്ചസ് ഇവിടെ ഉണ്ടാകും. അപ്പൊ ഞാൻ എഴുതാൻ പോകുന്ന സ്ക്വയറിങ് ബോത്ത് സൈഡ്. ഞാൻ എന്ത് എഴുതി? സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ് എന്ന് എഴുതി. അപ്പൊ ഇവിടെയും സ്ക്വയർ ചെയ്യണം, ഇവിടെയും സ്ക്വയർ ചെയ്യണം. അപ്പൊ ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്താവും? a√2 the whole square is equal to b യുടെ സ്ക്വയർ b സ്ക്വയർ, വിച്ച് ഇംപ്ലൈസ് അപ്പൊ ഇതിന്റെ സ്ക്വയർ കാണാം. a യുടെ സ്ക്വയർ a സ്ക്വയർ, √2ന്റെ സ്ക്വയർ 2 is equal to b യുടെ സ്ക്വയർ b സ്ക്വയർ. ഓക്കെ, ഇനി എന്താണ്? ഈ 2 ഇവിടെ വരുമ്പോൾ എന്താകും? ഡിവൈഡ് ആവും അല്ലെ? 2 ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. അപ്പൊ ഡിവിഷൻ ആവുമ്പോൾ എങ്ങനെ എഴുതാം? a സ്ക്വയർ is equal to ഈ 2 ഇവിടെ വരുമ്പോൾ എന്താവും? ഡിവൈഡഡ് ബൈ b സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. അപ്പൊ a സ്ക്വയർ is equal to b സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടി. ഇത് എന്താണ്? ഈ ഒരു തിയറത്തിൽ പറയുന്ന കാര്യമാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അല്ലെ? ഇവിടെ തിയറം എന്താണ് പറയുന്നത്? ലെറ്റ് p be a പ്രൈം നമ്പർ. p എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ ഇഫ്
പി ഡിവൈഡ്സ് എ സ്ക്വയർ, പിക്ക് എ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയാൽ ആ പിക്ക് എയെയും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് 2 എന്ന് പറയുന്ന ഈ പ്രൈം നമ്പറിന് ബി സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ 2വിന് ബിയെയും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു തിയറമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്താം, ഈ തിയറം എടുത്ത് എഴുതാം. ബൈ എന്താണ്, ബൈ തിയറം 1.2 പറയുന്നത് എന്താണ്, 2 ഡിവൈഡ്സ് ബി സ്ക്വയർ, അതായത് പി ഡിവൈഡ്സ് എ സ്ക്വയർ പോലെ ഇവിടെ എന്താണ് 2 ഡിവൈഡ്സ് ബി സ്ക്വയർ. ഈ 2 ഈ ബി സ്ക്വയറെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പി ഡിവൈഡ്സ് എ, ആ 2വിന് എന്തിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും, 2 ഡിവൈഡ്സ് ഈ ബി സ്ക്വയറിലുള്ള ബിയെയും 2വിന് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ബിയെയും 2 ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് നമുക്ക് അത് എഴുതാം. ലെറ്റ് ബിയെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ, തിയറം അങ്ങനെയല്ലോ. അപ്പൊ ബി ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് സി. സി എന്നിട്ട് എന്താണ്, ഒരു പോസിറ്റീവ് ഇൻറ്റീജർ ആയിരിക്കും. വെയർ സി ഈസ് എ പോസിറ്റീവ് ഇൻറ്റീജർ. ഈ സി ഒരു പോസിറ്റീവ് ഇൻറ്റീജർ. എന്തുകൊണ്ട് പോസിറ്റീവ് ഇൻറ്റീജർ ആയി മാറി? ഈ ബി എന്ന് പറയുന്നത് ഒരു കോപ്രൈം നമ്പർ ആണെന്ന് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. എയും ബിയും കോപ്രൈം നമ്പറാണ്. കോപ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ ഒരു ഇൻറ്റീജർ ആണ്. പിന്നെ എന്താണ്, ഇതൊരു പോസിറ്റീവ് ആണ്. അതുപോലെ 2 ഒരു ഇൻറ്റീജർ ആണ്, അതും പോസിറ്റീവ് ആണ്. അപ്പൊ ഇത് രണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ത് തന്നെയായിരിക്കും, ഒരു പോസിറ്റീവ് ഇൻറ്റീജർ ആയിരിക്കും. വെയർ സി ഈസ് എ പോസിറ്റീവ് ഇൻറ്റീജർ. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇവര് സ്ക്വയർ എടുക്കാം. കാരണം എന്താണ്, നമുക്ക് ബി സ്ക്വയർ ബൈ 2 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ബി സ്ക്വയറിന്റെ വാല്യൂ എന്താണെന്ന് അറിയണം, വാല്യൂ എന്താണെന്ന് അറിയണം. അപ്പൊ വാല്യൂ, ബി സ്ക്വയറിന്റെ വാല്യൂ അറിയണമെങ്കിൽ ഇതിനെ എന്ത് ചെയ്യണം, സ്ക്വയറിങ് ചെയ്യണം. അപ്പൊ ഞാൻ ഇത് രണ്ടിനെ സ്ക്വയറിങ് ചെയ്യാൻ പോവുകയാണ്. ബി ബൈ 2വിനെ സ്ക്വയറിങ് ചെയ്യണം. എങ്ങനെയാണ്, ബി ബൈ 2 ദ ഹോൾ സ്ക്വയർ ഇസിക്കൽ ടു, ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ ഇവിടെയും സ്ക്വയർ ചെയ്യേണ്ടി വരും, കാരണം രണ്ടിടത്തും മാറ്റം വരും. അപ്പൊ സിയുടെയും സ്ക്വയറും കാണണം. എന്താണ്, സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്. എന്താണ്, സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്. സ്ക്വയറിങ് ചെയ്യുമ്പോൾ ബിയുടെ സ്ക്വയർ ബി സ്ക്വയർ എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ 2വിന്റെ സ്ക്വയർ 4 എന്ന് കിട്ടും, ഇസിക്കൽ ടു സിയുടെ സ്ക്വയർ സി സ്ക്വയർ എന്ന് കിട്ടും. ഈ 4 ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും, ഇൻറ്റു അല്ലെ, ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ 4 അപ്പുറത്ത് വരുമ്പോൾ ഇൻറ്റു, ഈക്വൽ ടു അപ്പുറത്ത് വരുമ്പോൾ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആയി മാറും. വിച്ച് ഇംപ്ലൈസ് ഇവിടെ ആരേ ഉള്ളൂ, ബി സ്ക്വയർ ഇസിക്കൽ ടു 4 ഇവിടെ വരുമ്പോൾ എന്താകും, 4 സി സ്ക്വയർ എന്ന് കിട്ടും. 4 ഇൻറ്റു സി സ്ക്വയർ 4 സി സ്ക്വയർ എന്ന് കിട്ടും. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ. ഈ ബി സ്ക്വയറിന്റെ സ്ഥാനത്ത് 4 സി സ്ക്വയർ എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Substituting b square is equal to 4c square in a square is equal to b square by 2. ഈ a square is equal to b square by 2ലെ b സ്ക്വയറിന് എന്തെന്ന് കൊടുക്കണം, 4c square എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നാണ് ഇത് പറയുന്നത്. അപ്പൊ b square is equal to 4c square എന്നാണ്. അപ്പൊ ഞാൻ ഇത് എഴുതാൻ പോവാണ്. a square is equal to b സ്ക്വയറിന്റെ അവിടെ എന്ത് എഴുതണം, 4c square എന്ന് എഴുതണം, ഡിവൈഡഡ് ബൈ എന്താണ് 2, which implies a square is equal to 4 2 ഡിവൈഡ് ചെയ്താൽ 2c സ്ക്വയർ എന്ന് കിട്ടും അല്ലേ. അപ്പോൾ എ സ്ക്വയർ ഇസിക്കൽ ടു 4 2 ഡിവൈഡ് ചെയ്താൽ 2 കിട്ടും. പിന്നെ ഈ സി സ്ക്വയർ, ഈ 2 ഇവിടെ വരുമ്പോൾ എന്താവും, ഡിവിഷൻ ആവും അല്ലേ. വിച്ച് ഇംപ്ലൈസ് സി സ്ക്വയർ, ഈ സി സ്ക്വയർ ഇസിക്കൽ ടു പിന്നെന്താ ഉള്ള എ സ്ക്വയർ, പിന്നെന്താ ഉള്ള 2 ഡിവൈഡഡ് ബൈ 2. അപ്പൊ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 നേരത്തെ നമ്മൾ ഇവിടെ ചെയ്തപോലെ ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2ന് നമ്മൾ ഈ തിയറം അപ്ലൈ ചെയ്തതുപോലെ ഇവിടെയും എന്താണ്, ഈ തിയറമാണ് വന്നിരിക്കുന്നത് അല്ലെ. എ സ്ക്വയറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെങ്കിൽ എയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ആ തിയറം ഇവിടെ എഴുതാം, ബൈ തിയറം. അപ്പൊ ആ തിയറം അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം, ബൈ തിയറം 1.2 2 ഡിവൈഡ്സ് എ സ്ക്വയർ. ഈ 2 വന്നിട്ട് എ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ then 2 divides a, ആ 2വിനെ എയും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ എഴുതാൻ പോകുന്നത് ലെറ്റ് എ ഡിവൈഡഡ് ബൈ 2, കാരണം എന്താണ്, എയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ കിട്ടുന്ന ആൻസറിനെ ഞാൻ കെ എന്ന് പറഞ്ഞു. അതാണ്, അപ്പൊ എ വന്നിട്ട് എയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നു, ഇവിടുത്തെ ബിയെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇവിടെ എവിടെയോ കണ്ടല്ലോ. അപ്പൊ ഈ ബിയെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നു, എയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നു. ഇത് എന്തിനെ കോൺട്രാഡിക്ട് ചെയ്യുന്നു, നമ്മൾ എ ആൻഡ് ബി ആർ കോ പ്രൈം നമ്പർ എന്ന് പറഞ്ഞതിന് കോൺട്രാഡിക്ട് ചെയ്യുന്നതാണ്. എയും ബിയും കോ പ്രൈം നമ്പർ, അതായത് ഫോർ എക്സാമ്പിൾ 5/7 പോലെ ഒരു പ്രൈം നമ്പർ ആണ് ഈ എയും ബിയും, എ ബൈ ബി എന്ന് പറയുന്നത്. അതായത് 5ന് ഒരേ ഒരു ഫാക്ടർ ഉള്ളൂ, അത് 1 ആണ്, 7 ഒന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ ആണെങ്കിലോ 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന്
തെളിയിച്ചു കഴിഞ്ഞു അല്ലേ. എ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ എന്താണ് അർത്ഥം? എയിൽ 2 എന്ന് പറയുന്ന ഫാക്ടർ ഉണ്ടെന്നാണ് അർത്ഥം. ബിയെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ബിയിൽ 2 എന്ന് പറയുന്ന ഫാക്ടർ ഉണ്ടെന്നാണ് അർത്ഥം. അപ്പൊ അങ്ങനെ വേറെ ഫാക്ടർ വന്നാൽ പിന്നെ അത് കോപ്രൈം നമ്പർ അല്ല. അപ്പൊ ആ കോപ്രൈം നമ്പറാണ് നമ്മൾ അസ്യൂം ഇവിടെ എടുത്തത് വന്നിട്ട് കോൺട്രാഡിക്റ്റ് ആയതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം? 1/√2 വന്നിട്ട് റാഷണൽ അല്ല, അതൊരു ഇറാഷണൽ നമ്പർ ആണെന്ന് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യാൻ സാധിക്കും. നമ്മൾ കൺക്ലൂഷൻ എഴുതുന്നത് എങ്ങനെയാണ്? ഫ്രം a/2 ആൻഡ് b/2 നമുക്ക് കിട്ടിയത് എന്തൊക്കെയാണ്? a/2 കിട്ടി, b/2 കിട്ടി. a/2 ആൻഡ് b/2 എന്താണ് മീൻ ചെയ്യുന്നത്? 2 ഈസ് ദ കോമൺ ഫാക്ടർ ഓഫ് a ആൻഡ് b അല്ലെ. എയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ 2 എയിലുള്ള ഒരു കോമൺ ഫാക്ടർ ആയിരിക്കണം. ബിയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ബിയിലും 2 ഒരു ഫാക്ടർ ആയിരിക്കണം. അപ്പൊ രണ്ടുപേരിലും 2 എന്ന് പറയുന്നത് ഒരു കോമൺ ഫാക്ടർ ആണ്. This contradicts the fact that a and b no common factor other than 1. ഇങ്ങനെ ഈ 2 എന്നുള്ളത് ഇവിടെ ഒരു കോമൺ ഫാക്ടർ ആയിട്ട് വന്നത് എന്തിനെ കോൺട്രാഡിക്റ്റ് ചെയ്യുന്നു? നമ്മൾ ഇവരെ കോപ്രൈം എന്നല്ലേ ഡിനോട്ട് ചെയ്തത്. കോപ്രൈം എന്ന് വെച്ചാൽ ഒന്ന് മാത്രമേ ഫാക്ടർ ആയിട്ട് വരുള്ളൂ. ആ 1 മാത്രമേ കോമൺ ഫാക്ടർ ആയിട്ട് വരൂ എന്നുള്ളതിനെ കോൺട്രാഡിക്റ്റ് ചെയ്യാണ് ഈ 2 എന്നിട്ട് ഇപ്പോൾ കോമൺ ഫാക്ടർ ആയിട്ട് കിട്ടി എന്നുള്ളത്. സോ അവർ ഇൻകറക്റ്റ് അസംഷൻ ദാറ്റ് √2 ഈസ് റാഷണൽ. നമ്മൾ √2 എന്താണ്? 1/√2 എന്ന് പറയുന്നത് എന്തിനാണ്? റാഷണൽ എന്നാണ് നമ്മൾ പറഞ്ഞത്. അതായത് 1/√2 വന്നിട്ട് എന്താണ്? ഒരു റാഷണൽ നമ്പർ എന്നാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. അത് വന്നിട്ട് എന്താ അസ്യൂം ചെയ്തത്? എന്താണ്? ഒരു ഇൻകറക്റ്റ് അസംഷൻ ആണത്. നമ്മൾ അസ്യൂം ചെയ്തത് എന്താണ്? 1/√2 ഈസ് എ റാഷണൽ. ദാറ്റ് ഈസ് ഇൻകറക്റ്റ് അസംഷൻ ആണ്. സോ വി കൺക്ലൂഡ് ദാറ്റ് 1/√2 ഈസ് ഇറാഷണൽ. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം? ഈ 1/√2 വന്നിട്ട് ഒരു ഇറാഷണൽ നമ്പർ. കാരണം നമ്മൾ അതിന് കൊടുത്ത ഇറാഷണൽ എന്ന a/bയിൽ എക്ക് 2 എന്ന് പറയുന്ന കോമൺ ഫാക്ടർ ഉണ്ട്, ബിക്കും 2 എന്ന് പറയുന്ന കോമൺ ഫാക്ടർ വരുന്നത് കൊണ്ട് അത് രണ്ടും ഒരു കോപ്രൈം നമ്പർ എന്നുള്ളതിനെ കോൺട്രാഡിക്റ്റ് ചെയ്യണം. അങ്ങനെ ഒരു കോൺട്രാഡിക്റ്റ് വരുമ്പോഴത്തേക്ക് നമ്മുടെ അസംഷൻ തെറ്റായി. അതായത് റാഷണൽ നമ്പറാണ് നമ്മൾ അസ്യൂം ചെയ്തത് തെറ്റാണ്. സോ 1/√2 ഈസ് എ ഇറാഷണൽ നമ്പർ. അപ്പോൾ ഇതോടുകൂടി ഈ ചാപ്റ്ററിലുള്ള എല്ലാ എക്സസൈസ് ക്വസ്റ്റ്യനും തീർന്നു. അപ്പോൾ എല്ലാം നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് പ്രീവിയസ് എക്സാമിൽ ഈ ചാപ്റ്ററിൽ നിന്ന് വന്ന പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് ചെയ്തു നോക്കാം. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.